നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ അരവിന്ദനെ നരൻ രക്ഷിക്കുവാണ് കിരണിന്റെ കൂട്ടരുടെ പിടിയിൽ നിന്നും. അങ്ങനെ അവന്മാരെയൊക്കെ ഇടിച്ച് ഇഞ്ച പരുവാക്കി വിട്ടു നരന്. പിന്നീട് അരവിന്ദന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് അരവിന്ദൻ പറഞ്ഞു, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതെ, നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഇവരൊന്നും എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അവൻ പറഞ്ഞു, ആർക്കും ആരെയൊന്നും ആരെ രക്ഷിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇല്ലട വന്നു കഴിഞ്ഞപ്പോ കണ്ട കാഴ്ച, അതുകൊണ്ട് ഞാൻ മാഷേൻ രക്ഷിച്ചേ. പക്ഷെ എപ്പോഴൊന്നും എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞു, എന്നാലും ഒരു പരിചയമില്ലാത്ത ആളല്ലേ നീ, എന്നിട്ട് എന്നെ രക്ഷിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ കൂടെ നിന്നിട്ട് കൂടപ്പുറപ്പോളെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ വരെ ചതിക്കുന്ന കാലം. അപ്പോഴാണ് ഒരു പരിചയമില്ലാത്ത നീ എന്നെ വന്ന് രക്ഷിച്ചേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചോദിച്ചു, അല്ല ചേട്ടത് എങ്ങോട്ടേക്കാ പോണ്ടേ? ഞാൻ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. വാ ഞാൻ കൊണ്ടേ ആക്കാന്നൊക്കെ പറഞ്ഞോണ്ട് എന്ത് ചെയ്തു, വീടിന്റെ അവിടേക്ക് അരവിന്ദനെ കൊണ്ടേ ആക്കിയിട്ടാണ് നരൻ പോകുന്നത്. വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ടാണ് അരവിന്ദൻ വീട്ടിലേക്ക് വരുന്നത്. അരവിന്ദന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. എല്ലാ പ്രതീക്ഷകളും തകർന്ന് തരിപ്പണമായി. ഇനിയിപ്പം കല്യാണത്തിന് എന്ത് ചെയ്യും? ഇത്രയും കാലം ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളൊക്കെ ഒറ്റയടിക്ക് തന്നെ ഇല്ലാതായി. എന്നാൽ കൂടത്ത് ചെന്നിട്ട് അവൻ ചതിക്കൂന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാലും ജയപാലൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്. അരവിന്ദന്റെ മുഖത്തെ സങ്കടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാവേരി നിട്ടിച്ചു, എന്താച്ചാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞു. ആ സമയം ശാരദ പറഞ്ഞു, അതെ വന്ന് കഴിക്ക, ആഹാരം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല അതെനിക്കിപ്പോ വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. വിശക്കുന്നില്ലേ, പുറത്തു പോയിട്ട് എന്തേലും കഴിച്ചോ, അതോ ഇനിയിപ്പം ജയപാലേട്ടനെ കാണാൻ പോയിട്ട് അവിടുന്ന് പ്രവേണി ചേച്ചി കാര്യമായിട്ട് എന്തോ തന്ന മട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം അരവിന്ദനൊന്ന് ആലോചിച്ചു. പിന്നീട് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല. എങ്കിൽ പിന്നെ എന്താ? നിള എന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛന് പനി വല്ലതും ഉണ്ട്? പനിയൊന്നുമില്ല. പിന്നെ അച്ഛൻ എന്താ ഇങ്ങനെ ഇരിക്കണേ? ആകെപ്പാടെ വല്ലാതെ ഒരു ഇതില്. അത് പിന്നെ നാളെ എൻഗേജ്മെന്റ് അല്ലേ, എൻഗേജ്മെന്റ് ആയതുകൊണ്ട് എന്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ വരട്ടെ കാര്യങ്ങള്. ഈ അരവിന്ദന്റെ ഒരു കാര്യം, എൻഗേജ്മെന്റ് ഒക്കെ അതിന്റെ മുറ പോലെ നടന്നോളും. അരവിന്ദന്റെ എന്തിനാ ടെൻഷൻ അടിക്കണെന്ന് പറഞ്ഞു. കേങ്ക പറഞ്ഞു, അച്ഛന് ടെൻഷൻ മിക്കവാറും അതായിരിക്കില്ല, ഞാൻ ഈ വീട് വിട്ടു പോകൂലോ എന്ന് ഓർത്തിട്ടായിരിക്കും. അതല്ലേന്ന് ചോദിച്ചു. ഇപ്പോഴാണെങ്കിലോ നീള കരഞ്ഞതുള്ളൂ, ഞാൻ ഈ വീട് വിട്ടു പോവാന്ന് പറഞ്ഞിട്ട്. ശരിയാണോ മോളെന്ന് ചോദിച്ചു. അതേന്നെ, അതെ ഗംഗേച്ചി പോവാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമാന്ന് പറഞ്ഞു. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, സങ്കടപ്പെടാന്നൊക്കെ പറഞ്ഞു. നാളത്തെ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കണം. പിന്നീട് ശാരദയോട് പറഞ്ഞു, കഴിക്കാൻ എടുത്തു വെക്കാൻ പറഞ്ഞു. കഴിച്ചേക്കാന്ന് പറഞ്ഞു. അല്ല അമ്മ കഴിച്ചോന്ന് ചോദിച്ചു. അമ്മയ്ക്ക് നല്ല ദേഷ്യ, അതുകൊണ്ട് അമ്മ കഴിച്ചിട്ട് നേരത്തെ പോയി കിടന്നെന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാൻ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നീള പറഞ്ഞു, അച്ഛൻ എനിക്ക് വാരിത്തമ്മന്ന് പറഞ്ഞു. അപ്പോഴേക്ക് യമുനയും പറഞ്ഞു, എനിക്കും വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശാരദയ്ക്ക് ദേഷ്യമായി. ശാരദ പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അതെ നിങ്ങൾക്കുള്ളതൊക്കെ പാത്രത്തിൽ വിളമ്പി അങ്ങോട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് പോരാന്ന് പറഞ്ഞു. അരവിന്ദൻ പറഞ്ഞു, അതെ അവർക്ക് ഞാൻ വാരി കൊടുത്തോളാം, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കൊക്കെ വാരി കൊടുക്കുകയാണ്. ആ സമയത്ത് ഗംഗയ്ക്കും കാവേരിക്കും ഒക്കെ വാരി കൊടുത്തു. അത് കണ്ട് ഇപ്പൊ ശാരദ പറഞ്ഞു, കൊടുക്ക് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അത് കേട്ടപ്പോ കാവേരി പറഞ്ഞു, ഈ അമ്മയ്ക്ക് അസൂയാച്ചാ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വാരി കൊടുക്കാത്തന്റെ അസൂയ, ഒന്നും മിണ്ടാതിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്രിമമായിട്ട് ശാരദയുടെ ദേഷ്യമൊക്കെ അഭിനയിച്ചു. ആ സമയത്ത് അരവിന്ദന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അരവിന്ദന്റെ മനസ്സിലേക്ക് ജയപാലൻ പറഞ്ഞ വാക്കുകളായിരുന്നു, പൈസയൊന്നുമില്ല, അക്കൗണ്ടിൽ ഒരു പൈസ പോലും ഇല്ലാന്ന്, വേണമെങ്കിൽ കടവായിട്ട് തരാന്ന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ അരവിന്ദന് സഹിച്ചില്ല. ഇത്രയും കാലം താൻ കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിച്ചിട്ട് തന്നെ ഒടുവിൽ വഞ്ചിച്ചു എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു നിമിഷം അരവിന്ദന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പെട്ടെന്ന് ശാരദ ചോദിച്ചു, എന്താ അരവിന്ദേട്ടാ, എന്ത് പറ്റി? ഒന്നുമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ളവരെ കഴിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോ ശാരദ പറഞ്ഞു, എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ അരവിന്ദേട്ടന്റെ മനസ്സിൽ, ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ലോ, കാര്യം എന്താ വെച്ചാൽ എന്നോട് തുറന്നു പറ. ആ സമയം ജയപാലൻ പറഞ്ഞ കാര്യം ഓർത്തു. തൽക്കാലത്തേക്ക് ഈ ഭൂമിയുടെ കാര്യമൊന്നും ആ രജിസ്ട്രേഷന് കുറെ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ആരോടും പറയണ്ട. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ശാരദയോട് പറയാനും പോയില്ല അരവിന്ദന് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, നാളത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച. അതാണോ? അതിനിപ്പോ അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളെല്ലാരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരവിന്ദനെ സമാധാനിപ്പിക്കുകയാണ് ശാരദ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അരവിന്ദന് ആകെപ്പാടെ വിഷമിച്ച് അവിടെ വന്ന് ഇരിക്കുകയാണ്. അരവിന്ദന്റെ മനസ്സിലേക്ക് ജയപാലൻ പറഞ്ഞ വാക്കുകളൊക്കെയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാലും അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. കല്യാണമാണ്, ഇത്രയും കാലത്ത് സമ്പാദ്യാലോ ഒറ്റയടിക്ക് പോയി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും കാവേരി അങ്ങോട്ടേക്ക് വന്നു. കാവേരി വന്നിട്ട് ചോദിച്ചു, ആഹാ അച്ഛൻ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചു. ഒരു ശോക പാട്ടാ വെച്ചിരിക്കുന്നല്ലേ, ഈ പാട്ട് കേട്ട ആർക്കാണല്ലോ സങ്കടം വരും. അതെ
ഒരു കാര്യം ചെയ്യാം, ഞാൻ നല്ല അടിപൊളി പാട്ടിട്ടിട്ട് വരാം എന്ന് പറഞ്ഞ് കാവേരി എന്ത് ചെയ്തു? കാവേരി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയിട്ട് നല്ലൊരു ഡപ്പാങ്കൂത്ത് പാട്ട് അങ്ങോട്ട് വെക്കുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല അടിപൊളി പാട്ടല്ലേ? വാ നമുക്ക് ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അരവിന്ദനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാവേരി ഒരു ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ വന്നിട്ട്. ആ സമയം അരവിന്ദൻ പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അകത്തുനിന്ന് ശാരദയുടെ ശബ്ദം കിട്ടും. എടി, നീ അയലൊക്കത്തുള്ളവരൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അവളുടെ ഒരു പാട്ടോളും ഓളയും കുറച്ച് വെക്കടി, അത് നിർത്തി വെക്കാനൊക്കെ പറഞ്ഞു. എന്റെ അച്ഛാ, അച്ഛന്റെ ഭാര്യയുടെ സ്വഭാവം എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല. കണ്ടില്ലേ, ഞാനൊന്നും സന്തോഷിക്കുന്ന ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോ അരവിന്ദൻ പറഞ്ഞു, നീ അത്ര കാര്യമാക്കണ്ട. പിന്നെ കാര്യമാക്കണ്ട പോലും, അവരെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യ, അച്ഛൻ ഗൾഫിന് പോകുമ്പോ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വീണ്ടും ശബ്ദം വന്നു. എടി, ഞാൻ അങ്ങോട്ട് വടിയായിട്ട് വരണോ, അതോ നീ ഇനിയിപ്പോ അന്ന് നിർത്തുന്നുണ്ടോന്ന് ചോദിച്ചു. ഓ അതേച്ചാ, ഞാൻ പോയി ഓളയും കുറച്ചിട്ട് വരാം, അല്ലെങ്കിൽ വീണ്ടും ഇനിയിപ്പോ വടിയായിട്ട് വന്ന് എനിക്കിട്ട് അടി തരുമെന്നും പറഞ്ഞുകൊണ്ട് കാവേരി എഴുന്നേറ്റ് പോയി. പിന്നീട് ഓളയോ കുറച്ചിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഒരു സുഖമില്ലല്ലേ അച്ഛാ, ഇത്ര നല്ല വൈബ് ഉണ്ടായിരുന്നു പറഞ്ഞു. അല്ല, അച്ഛന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ ഓർത്തിട്ട്. അതിനല്ല അച്ഛൻ ഞാനുള്ളേ, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാന്ന് പറഞ്ഞു. അല്ല, അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും നീ ചെയ്യുമോ? ഉറപ്പായിട്ടും ചെയ്യും, അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കുക. പിന്നീട് കാവേരി പറഞ്ഞു, അച്ഛൻ എന്തിനാ വിഷമിക്കുന്നേ, ഞാനല്ലേ ഉള്ളേന്ന് ചോദിച്ചു. എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ നോക്കിക്കോളാം അച്ഛാ, അച്ഛൻ താങ്ങാണ് തണലായിട്ട് ഞാൻ കാണുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ അരവിന്ദന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നു. എന്താ അച്ഛാ, അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൈകുന്നേരം വരെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വൈകുന്നേരം പുറത്തു പോയിട്ട് വന്നതിന് ശേഷം അച്ഛന്റെ മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ട് പറയച്ചാ. എനിക്കൊരു പ്രശ്നമില്ല, മോള് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം കാവേരി പറഞ്ഞു, ഞാനിവിടെ ഇരിക്കാം. വേണ്ട വേണ്ട, നീ ഉറക്കം കളയണ്ട, രാവിലെ എഴുന്നേക്കണ്ടല്ലേ, എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ കാവേരി അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അരവിന്ദൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അരവിന്ദൻ എന്ത് ചെയ്തു, ഹാളിലേക്ക് കയറി ചെന്നിട്ട് അവിടെ മൊത്തത്തിലൊന്ന് നോക്കുകയാണ്. പിന്നീട് നേരെ കാവേരിയും ഗംഗയൊക്കെ കിടക്കുന്ന മുറിയിലേക്ക് പോയി അവരെയൊക്കെ ഒന്ന് നോക്കി. അരവിന്ദന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അതിനുശേഷം ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പം അരവിന്ദന്റെ ജയപാലിന്റെ ഒരു വലിയൊരു ഫോട്ടോ ഭിത്തി തൂക്കിയിരിക്കുന്ന കണ്ടു. അങ്ങനെ അരവിന്ദൻ അതെടുത്തിട്ട് അത്തലേക്ക് കുറെ സമയം നോക്കിയിരുന്നു. പിന്നീട് അതിന്റെ പുറയിൽ ഇങ്ങനെ എഴുതി വെക്കുവാണ്, കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിച്ച് തന്നെ ചതിച്ചവൻ അങ്ങനെ എഴുതി വെച്ചു. എന്നിട്ട് അത് അതേപോലെ തന്നെ തൂക്കുവാണ്. അരവിന്ദന്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു. അരവിന്ദന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള കാര്യങ്ങളായിരുന്നു ജയപാലൻ ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം വരാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും അരവിന്ദൻ എന്ത് ചെയ്തു, പുറത്തു വന്നിങ്ങനെ ഇരിക്കുകയാണ്, ഓരോന്നൊക്കെ ആലോചിച്ചോണ്ട്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോഴേക്കുമാണ് വിനീതും നിവിനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അരവിന്ദൻ ചോദിച്ചു, അല്ല നീ ഇതുവരെയായിട്ടും പോയില്ലെന്ന് ചോദിച്ചു. അതെ, കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അമ്മാവന്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിവിനും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ അമ്മാവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഞങ്ങൾ നാളെ വരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അരവിന്ദൻ പറഞ്ഞു, അതെ മോനെ, നിന്നെ ഞാൻ പ്രത്യേകമായിട്ട് കല്യാണം ക്ഷണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ നിവിനെ. വീട്ടിൽ വന്ന് നിന്റെ അമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അത് സാരമില്ല അങ്കളെ, ഞാൻ നാളെ കല്യാണത്തിന് വന്നോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിവിന്റെ ഫോൺ ബെല്ലടിച്ചു. അതേ അമ്മയെ വിളിക്കണേ, ഇത്ര സമയം കാണാത്തോണ്ടാ, എന്നാ ഞാൻ പോട്ടേന്ന് പറയണ. അങ്ങനെ നിവിൻ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് അരവിന്ദൻ വിനീതിനോട് പറഞ്ഞു, നിനക്ക് ഒത്തിരി വിഷമമുണ്ടല്ലേന്ന് ചോദിച്ചു. എന്തിനാ അങ്കളെ? അല്ല കല്യാണം, ഓ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെന്നേ, അവൾക്ക് ഇഷ്ടമില്ലല്ലോ, അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അരവിന്ദൻ പറഞ്ഞു, എനിക്കറിയാം നിന്റെ മനസ്സെന്താന്ന്, നീ അത്രമാത്രം അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവളുടെ മനസ്സ് നിനക്ക് സ്ഥാനമില്ല. അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബലമായിട്ട് അവളെ കൊണ്ട് സമ്മതിപ്പിക്കാനും പറ്റില്ലോ. നിന്റെ മനസ്സ് നല്ലതാ, നിന്റെ മനസ്സിന് ചേർന്ന നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. അത് കേട്ടപ്പോൾ നിവിൻ പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് അമ്മാവൻ വിഷമിക്കൊന്നും വേണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട, എനിക്ക് അതിനകത്ത് ഒരു സങ്കടവും ഇല്ല. അല്ല നിനക്ക് നല്ലൊരു ജീവിതവും കാര്യങ്ങളൊക്കെ വേണ്ടേ, അത് ഓർത്തിട്ട് ഞാൻ പറഞ്ഞ ജീവിതം അതിനിയിപ്പം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ എന്റെ അമ്മ പറയുന്ന പോലെ ഇനിയിപ്പം ഞാൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ വിനീത് പറയാണ്. അല്ല അമ്മാവൻ എന്തേലും സങ്കടം ഉണ്ടോന്ന് ചോദിച്ചു. ഒരു വിഷമമൊന്നുമില്ല, പിന്നെന്താ ഇവിടെ വന്നിരിക്കുന്നേ, ഈ സമയത്ത് പോയി കിടന്നുറങ്ങണ്ടല്ലേ, രാവിലെ എഴുന്നേക്കണ്ടല്ലേ. ഞാൻ പോയി കിടന്നുറങ്ങിക്കോളാം, എന്തോ ഉറക്കം വരാത്തോണ്ട് എവിടെ ഒന്ന് ഇങ്ങനെ ഇരുന്നേന്ന് പറഞ്ഞു. പിന്നെ നിന്നെ കണ്ടു കഴിഞ്ഞപ്പം അതും ഒരു സങ്കടമായി. ഓ അതാണോ അമ്മാവ, എന്റെ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇനി എന്താവശ്യം വീട്ടിലുണ്ടെങ്കിലും ഞാൻ ഓടി വന്ന് എല്ലാത്തിനും സഹായിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാ ശരി നീ പോയിക്കോളാനൊക്കെ പറഞ്ഞിട്ട് അരവിന്ദനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. എന്തോ വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു വിനീതിന്. കാരണം അമ്മാവന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു അസ്വാഭാവിക ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമായി കല്യാണ നിശ്ചയത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു.
ആ സമയത്ത് ശാരദയൊക്കെ ആണെങ്കിലും വരുന്നവരെയൊക്കെ സ്വീകരിച്ച് അങ്ങനെ ഓടി നടക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തും അരവിന്ദൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. വരുന്നവരൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ തന്നെ ശാരദ പറഞ്ഞു താമസിച്ച ഉറങ്ങിയത്, ഇപ്പൊ തന്നെ എഴുന്നേറ്റ് റെഡിയായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. ആ സമയം വിനീത് അങ്ങോട്ട് വന്നു. വിനീത് വന്നിട്ട് ശാരദയോട് ചോദിച്ചു, അല്ല അമ്മാവൻ എന്തേന്ന് ചോദിച്ചു. ഇതുവരെയായിട്ടും എഴുന്നേറ്റിട്ടില്ല, താമസിച്ചല്ല കിടന്നേ, പിന്നെ ഇച്ചിരൂടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് കരുതി ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞു. വിനീത് അങ്ങോട്ട് പോകുമ്പോഴത്തേനും രാധമ്മ എങ്ങോട്ടേക്ക് വരുന്നേ. രാധമ്മ വന്നിട്ട് വിനീതിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് സങ്കടം ഉണ്ടല്ലേടാന്ന് ചോദിച്ചു. എനിക്ക് സങ്കടമൊന്നുമില്ല, പിന്നെ നിന്റെ മുഖം കണ്ട എനിക്കറിയാലോ, നീ വിഷമിക്കണ്ട മോനെ, നിനക്ക് നല്ലൊരു പെങ്കൊച്ചിനെ തന്നെ കിട്ടും. അതാ ഈ മുത്തശ്ശിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. എന്റെ മുത്തശ്ശി, അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. രാധമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പം. അപ്പോഴേക്കും നിവിൻ അങ്ങോട്ടേക്ക് വന്നു. എടാ ഒരുക്കങ്ങളൊക്കെ എന്തായി, എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞു. ആ സമയമാണ് കാവേരി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. കാവേരിയെ നിവിൻ ഇങ്ങനെ നോക്കി, ഇപ്പോൾ കൊള്ളാലോ, നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുവാണ്. അപ്പോഴേക്കും വിനീത് ചോദിച്ചു, എന്താണ് നീ നോക്കുന്നത്? ഒന്നുമില്ലാന്ന് പറഞ്ഞു. ആ സമയം അകത്ത് ഗംഗയെ യമുനെ അവരെല്ലാരും കൂടെ ചേർത്ത് ഒരുക്കുമായിരുന്നു. അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്തു, നീള അച്ഛനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നിട്ട് അച്ഛ എഴുന്നേക്കച്ചാന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പം ഉറങ്ങുവാന്നാണ് നീള വിചാരിക്കുന്നത്. 2-3 വട്ടം വിളിച്ചിട്ട് എഴുന്നേറ്റില്ല അരവിന്ദന്. അപ്പോഴേക്കും നിലയുറത്തിട്ട് എന്താ അച്ഛൻ എഴുന്നേക്കത്ത, അച്ഛ എഴുന്നേക്കാനും പറഞ്ഞുകൊണ്ട് പിടിച്ചിങ്ങനെ കയ്യെ പിടിച്ചിങ്ങനെ തിരിക്കുവാണ്. അപ്പോഴേക്കും ഇങ്ങനെ തിരിഞ്ഞു വന്നു. പക്ഷെ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവിടെ കിടന്ന് നീള അലറി വിളിക്കുകയാണ്, അമ്മേ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനെ എഴുന്നേക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അകത്തുണ്ടായിരുന്ന ശാരദ ഓടി വരുവാണ്. ശാരദ വന്ന് വിളിച്ചു നോക്കി, പക്ഷെ എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ശാരദയ്ക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.